ഹലോ, എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഏപ്രിൽ 2024 ഏപ്രിൽ 21 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏപ്രിൽ 21 പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ദേശീയ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 21. നമുക്കറിയാം, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. 1863 ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യയിൽ സിവിൽ സർവീസിനുള്ള അടിത്തറ ഉണ്ടാക്കിയത് അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ സിവിൽ സർവീസിനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയത് വാറൻ ഹേസ്റ്റിങ്സും, അതേപോലെ തന്നെ അതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തിയത് ചാൾസ് കോൺവാലിസുമാണ്. ഇന്ത്യയിൽ സിവിൽ സർവീസിനുള്ള അടിത്തറ ഉണ്ടാക്കിയത് വാറൻ ഹേസ്റ്റിങ്സും, സിവിൽ സർവീസിൽ തന്നെ പിന്നീട് അതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ നടത്തിയത് ആരാണ്? ചാൾസ് കോൺവാലിസുമാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യക്കാരനെ ചോദിക്കുകയാണെങ്കിൽ അത് സത്യേന്ദ്രനാഥ് ടാഗോറാണ് 1863. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറം അത് കാവിനിറമാണ്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറം അത് കാവിനിറം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി 250 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി 250 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരമാണ് MS ധോണി. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമാണ് ബ്രേക്ക് ഡാൻസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ് ആണ്. അടുത്ത ചോദ്യം 2024 ഏപ്രിലിൽ മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ. 2024 ഏപ്രിലിൽ മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിനാണ് MEN 5CV എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിത. ജ്യോതി ആംഗെയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിത ജ്യോതി ആംഗെ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഓപ്പൺ എഐയിലെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായത് പ്രഗ്യാ മിശ്രയാണ്. പ്രഗ്യാ മിശ്ര. അടുത്ത ചോദ്യം, ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം ലഭിച്ച മലയാളിയെ ചോദിക്കുകയാണെങ്കിൽ കെസിയ മെജോയാണ്. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം ലഭിച്ച മലയാളി കെസിയ മെജോ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരം. 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. അടുത്ത ചോദ്യം, 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അത് അമിതാഭ് ബച്ചനാണ്. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചൻ. ഓക്കെ, താങ്ക് യു.